വീണ്ടും ഒരു റാഗിംഗ് പരാതി എന്നുള്ള വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. +1 വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം, നിലത്തിട്ട് ചവിട്ടി, ഇടതുകൈ ചവിട്ടി ഒടിച്ചു. മർദ്ദനമേറ്റത് കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിന്. 5 +2 വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. സജോ ദേവസ്യ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സജോ, നമ്മളിപ്പോൾ കോട്ടയത്തെ റാഗിംഗ് പരാതി, ആ വാർത്തയുടെ വിശദാംശങ്ങളിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് പുറത്തു വന്നേ ഉള്ളൂ. അപ്പോഴിതാ കണ്ണൂരിൽ നിന്ന് വീണ്ടും റാഗിംഗ് പരാതി ഉയരുന്നു. ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. 5 വിദ്യാർത്ഥികളാണ് മർദ്ദിച്ചതെന്നാണല്ലോ ഇപ്പോൾ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥി പറയുന്നത്. കണ്ണൂർ പാനൂരിലെ കൊളവല്ലൂർ PR മെമ്മോറിയൽ സ്കൂളിലെ +1 വിദ്യാർത്ഥി മുഹമ്മദ് നിഹാലിനാണ് ക്രൂരമർദ്ദനം ഏറ്റത്. മർദ്ദനമേറ്റ വിദ്യാർത്ഥി നിലവിൽ തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും പറയുന്നത് ഈ വിദ്യാർത്ഥി 5 +2 വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ആരോപണം. അവർ ആ പരാതി സ്കൂൾ പ്രിൻസിപ്പലിന് നൽകുകയും അത് പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസ് ഈ സഹകരണ ആശുപത്രിയിൽ എത്തി വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ ഇടത് കൈ ചവിട്ടി ഒടിച്ചു എന്നാണ് ഇപ്പോൾ രക്ഷിതാക്കൾ പറയുന്നത്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെയാണ് അതിക്രൂരമായ മർദ്ദനം ഏറ്റു. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സംഭവം അരങ്ങേറിയത്. പിന്നാലെ ഇന്നലെ തന്നെ വിദ്യാർത്ഥിയെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും നിലവിൽ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയുമാണ്. സ്കൂൾ അധികൃതരും ഈ പരാതി സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ തന്നെ അത് പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. അതേസമയം ഇവിടെ മുൻപും സമാനമായ രീതിയിൽ തർക്കങ്ങളും സംഘർഷവും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. ഇത് പക്ഷേ അതിക്രൂരമായ മർദ്ദനമാണ്. അത് ഈ റാഗിംഗ് സ്വഭാവത്തോടു കൂടി തന്നെയുള്ള അക്രമം എന്നാണ് രക്ഷിതാക്കളും ഈ പരിക്കേറ്റ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും ഒക്കെ ആരോപിക്കുന്നത്. ഇപ്പോൾ പോലീസ് അതിന്റെ നടപടികളിലേക്ക് ഇതിനകം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, കണ്ണൂരിൽ നിന്നുമാണ് റാഗിംഗ് പരാതി വരുന്നത്. +1 വിദ്യാർത്ഥിയാണ് 5 മറ്റ് +2 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. ഇത് നമ്മൾ കോട്ടയത്തെ വാർത്ത ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അതുപോലെ തന്നെ ക്രൂരമായ നിലത്തിട്ട് ചവിട്ടി, കൈയിന് പരിക്ക്, കുട്ടിയെ ശസ്ത്രക്രിയക്ക് അടക്കം വിധേയമാക്കേണ്ടി വന്നപ്പോൾ അതിനു മാത്രമുള്ള ക്രൂരമായ മർദ്ദനമാണ് +1 വിദ്യാർത്ഥിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ അല്ലേ? 16 വയസ്സല്ലേ, എത്ര ചെറിയ പ്രായത്തിൽ ഇതുപോലെ ഇങ്ങനെ ക്രൂരമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇത് പറയാൻ ഭയന്നിട്ട് ഈ കുട്ടികൾ പറയുന്നില്ല. അത് പലയിടത്തും സംഭവിക്കാറുണ്ട് അല്ലെ. കൃത്യമായിട്ട് അത് രക്ഷകർത്താക്കളെങ്കിലും അറിയിക്കുക. അല്ലെങ്കിൽ പക്ഷെ എന്താ അറിയോ, ഇതിൽ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ധൈര്യവും. കാരണം ഇപ്പോൾ കോട്ടയത്തൊക്കെ സംഭവം ഇനി വിദ്യാർത്ഥികൾ ഇനി വേറെ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ റാഗിങ്ങിന് ഇരയായുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും ഗുരുതരമായുള്ള വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ പരാതികളുമായി രംഗത്ത് വരട്ടെ, അവർക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇനി അങ്ങോട്ടുള്ള തലമുറയാണ് അവരെത്ര മാതൃകാപരമായിട്ട് സന്തോഷമായിട്ട് പഠിച്ചിറങ്ങി പോകേണ്ട ആളുകളാണ്. അവരാണ് ഈ ചെയ്തു കൂട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം.